വീണയ്ക്ക് ഇന്ന് അതിനിർണായക ദിവസമാണ്. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടയിൽ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നും നാളെയും ജില്ലാ കമ്മിറ്റി ചേരും. വീണയ്ക്കെതിരെ ശക്തമായ വിമർശനം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ സാഹചര്യത്തിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് യുവതി മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ AC/LC അംഗങ്ങൾ ഉയർത്തിയ വിമർശനം സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിശോധിക്കുകയും ചെയ്യും. AC/LC അംഗങ്ങളുടെ വിമർശനം ഗൗരവമായി പാർട്ടി പരിശോധിക്കുമെന്ന് ജില്ലാ സെക്രട്ടറിയായ രാജു എബ്രഹാം വ്യക്തമാക്കിയിരുന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനായിരുന്നു പത്തനംതിട്ട CDWC ചെയർമാൻ കൂടിയായ N രാജീവ് പരോക്ഷമായിട്ട് വിമർശിച്ച രംഗത്തേക്ക് വന്നത്. സ്കൂളിൽ കേട്ടെഴുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവ് പരിഹസിച്ചത്. ഒത്താൽ രക്ഷപ്പെട്ടു എന്ന അവസ്ഥയെന്നും N രാജീവ് പറഞ്ഞിരുന്നു. LDF മന്ത്രി വീണയ്ക്ക് സംരക്ഷണം കൊടുക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസൺ PJ, ഇരവിപേർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവ് എന്നിവരായിരുന്നു ഫേസ്ബുക്കിലൂടെ രംഗത്തേക്ക് എത്തിയത്. കൂടുതൽ പറയുന്നില്ല എന്നും ഇനി പറയിപ്പിക്കരുത് എന്നുമായിരുന്നു ജോൺസൺ PJ കുറിച്ചത്. ഒരു MLA ആയി ഇരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ല എന്നും LC അംഗം വിമർശിച്ചിരുന്നു. SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ജോൺസൺ PJ. എന്തായാലും വീണയെ പൂട്ടാൻ തന്നെയാണ് പാർട്ടിയുടെയും തീരുമാനം. ചിലപ്പോൾ പാർട്ടി യോഗത്തിൽ വീണയോട് രാജിവെക്കാൻ വരെ ആവശ്യപ്പെടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. നിലവിൽ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാത്ത സ്ഥിതിക്ക് എന്തും സംഭവിക്കാം. പ്രതിഷേധങ്ങൾക്ക് മുൻപ് തന്നെ തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ആരോഗ്യവകുപ്പിനെതിരെ വ്യക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചുവെന്നും രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. 9 വർഷത്തെ ഭരണകാലത്ത് ഇടതു സർക്കാർ സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ തകർത്തുവെന്നും ആരോപിച്ചുകൊണ്ടാണ് വീണയുടെ രാജി ആവശ്യമാണെന്ന് ചെന്നിത്തല ആരോപിച്ചത്. പ്രതിഷേധങ്ങൾ അനാവശ്യമാണോ എന്ന ചോദ്യത്തിന് VD സതീശനും വീണയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ആരോഗ്യവകുപ്പിൽ വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും ഉണ്ടെന്നും അവർ PR പ്രചാരണ പ്രവർത്തനങ്ങൾ മാത്രമാണ് നടത്തുന്നത് എന്നും സതീശൻ ആരോപിച്ചു. ആരോഗ്യവകുപ്പ് വെന്റിലേറ്ററിലാണെന്നും അതിന് വീണ ജോർജാണ് ഉത്തരവാദിയെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. ഇടതു പാർട്ടിയും സർക്കാരും മന്ത്രിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാർച്ചും നടത്തി. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ കറുത്ത തുണി കൊണ്ട് വായ കെട്ടി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെടുന്ന ബാനറുകളും പ്ലക്കാർഡുകളും വഹിച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. 52-കാരിയായ ബിന്ദുവിന്റെ മരണത്തിന് മന്ത്രിയാണ് ഉത്തരവാദിയെന്ന് ആരോപിച്ച പ്രതിഷേധക്കാർ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണവും ആവശ്യപ്പെട്ടു. തിരുവനന്തപുരത്ത് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് അവരുടെ തലസ്ഥാനത്തെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തിയിരുന്നു. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ പ്രതിഷേധക്കാരെ തടഞ്ഞു. പക്ഷേ ജലപീരങ്കി പ്രയോഗിച്ചും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിന്മാറിയില്ല. അവിടെ വൻതോതിൽ വിന്യസിച്ചിരുന്ന പോലീസുമായിട്ടും പ്രതിഷേധക്കാർ ഏറ്റുമുട്ടിയ രംഗങ്ങളും നമ്മൾ കണ്ടതാണ്. പാലക്കാട് ജില്ലാ കളക്ടറേറ്റിന് പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധ പ്രകടനം നടത്തുകയും അവർക്കെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തിരുന്നു. അവരിൽ പലരെയും പോലീസ് ബലമായി അവിടെ നിന്നും നീക്കം ചെയ്യുന്നതിന് മുൻപ് അവർക്ക് കളക്ടറേറ്റ് കോമ്പൗണ്ടിലേക്ക് പ്രവേശിക്കാനും കഴിഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന 52-കാരി മരിച്ചത്. കൂടാതെ അലീന, അമൽ പ്രദീപ്, ജിനു സജി എന്നീ 3 പേർക്ക് പരിക്കും ഏറ്റിട്ടുണ്ട്. മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികളെ കോൺഗ്രസ്, BJP, അവരുടെ വിവിധ വിഭാഗങ്ങൾ എന്നിവ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസും BJPയും മരണത്തെ കൊലപാതകത്തിന് തുല്യം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ അത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് സഹകരണ മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഇത്തരം നിർഭാഗ്യകരവും വേദനാജനകവുമായ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ മുൻകരുതൽ നടപടിയും ശക്തിപ്പെടുത്തണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു. കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 10, 11, 14 വാർഡുകളോട് ചേർന്നുള്ള ടോയ്ലറ്റ് സമുച്ചയം വ്യാഴാഴ്ചയായിരുന്നു ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പുതിയതായി നിർമ്മിച്ച സർജിക്കൽ ബ്ലോക്കിലേക്ക് പൂർണ്ണമായും മാറ്റുന്നതിനിടെ തകർന്നു വീണത്. എന്തായാലും ഇത്രയും വലിയ പ്രതിഷേധങ്ങൾക്കിടയിൽ ചേരുന്ന യോഗത്തിൽ എന്തായാലും CPIM വീണയ്ക്ക് തക്കതായ ശിക്ഷ നൽകുമെന്ന് തന്നെ നമുക്ക് ഉറപ്പിക്കാം. സമ്മർദ്ദം ശക്തമായാൽ രാജിയും ആവശ്യപ്പെട്ടിരിക്കും.